എന്നിട്ട് എന്ത് ചെയ്യണം? ക്യൂ നിന്നിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് അവിടെ ഒരു സ്വർണ്ണ പാത്തിയുണ്ട്. കഅബയുടെ അകത്ത് കയറാം. അകത്ത് കയറിയിട്ട് അവിടെ നമുക്ക് കയറാൻ ഇപ്പോൾ ഒരു അവസരം കിട്ടിയതാണ്. സത്യത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അവിടെ ഇടിച്ച് കയറലായിരുന്നു ആൾക്കാർ. അപ്പോൾ കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരനായിരുന്നു അവിടെ. പക്ഷെ ഇല്ല, ഇപ്പൊ അവിടെ ക്യൂ നിർത്തിയിട്ട് എന്ത് ചെയ്യും? ആണുങ്ങളെ ഒരു സമയത്ത്, പെണ്ണുങ്ങളെ മറ്റേ സമയത്ത് അവിടെ കേട്ടുന്നുണ്ട്. അത് വലിയ ഭാഗ്യമാണ്, എല്ലാവർക്കും കയറാൻ പറ്റും. അപ്പോൾ ഒഴിവ് പോലെ എന്ത് ചെയ്യണം? അവിടെ ഇപ്പോൾ ക്യൂ നിന്ന സമയം നോക്കി, സമയമൊക്കെ നിങ്ങളോട് പറഞ്ഞു തരും. ആ ക്യൂ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കഅബയുടെ അകത്ത് കയറണം. കയറി 2 റക്അത്ത് എന്ത് ചെയ്യണം? കഅബയുടെ അകത്ത് തന്നെ നിസ്കരിക്കണം. അവിടെ ഒരു സ്വർണ്ണ പാത്തിയുണ്ട്. ആ പാത്തിയുടെ താഴത്തിൽ നിന്ന് തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കണം. അവിടെ ദുആക്കുത്തരമുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഹജറുൽ അസ്വദിന്റെ തൊട്ടിപ്പുറത്ത് കഅബയുടെ വാതിലുണ്ട്. സ്വർണത്തിന്റെ വാതിൽ 2 മീറ്റർ പൊക്കത്തിലാണ് ആ വാതിൽ. ആ വാതിലിന്റെ തൊട്ടിപ്പുറത്തും ഹജറുൽ അസ്വദിന്റെയും വാതിലിന്റെയും തൊട്ടിപ്പുറത്തുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്തും ദുആക്കുത്തരമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒഴിവ് പോലെ പോയി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോയി നിൽക്കണമെന്നും, അത് മാത്രമല്ല അവിടെ നിന്ന് ചെല്ലുമ്പോൾ നെഞ്ചും വയറും കഅബാലയത്തിലേക്ക് തട്ടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് മുത്തി നിൽക്കണം എന്നാണ്. എന്നിട്ട് ദുആ ചെയ്യണം എന്നാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചേക്കണത്. അതാണ് കഅബയുടെ പ്രത്യേകത. അപ്പോ റുക്നുൽ യമാനി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റുക്നുൽ യമാനി 70,000 മലക്കുകളുണ്ടെന്ന് പറഞ്ഞില്ലേ? റുക്നുൽ യമാനിയിൽ അവിടെയും ദുആക്കുത്തരുണ്ട്. അവിടെ പോയിട്ട് ദുആ ചെയ്യണം. ആ മൂലയിൽ നിന്നിട്ട് ദുആ ചെയ്യണം. അതൊക്കെ ഒഴിവ് പോലെ ഓരോരുത്തരും എന്ത് ചെയ്യണം? അത് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. മുഴുവനും മുട്ടയടിക്കൽ സുന്നത്തുണ്ട്. മുടി വെട്ടിയാൽ മതി. സ്ത്രീകൾക്ക് മുടി വെട്ടൽ മാത്രമേ സുന്നത്തുള്ളൂ, നിർബന്ധമുള്ളൂ. വെട്ടുന്ന സുന്നത്ത് മുട്ടയടിക്കലില്ല. പുരുഷന്മാർക്ക് മാത്രം മുട്ടയടിക്കൽ സുന്നത്തുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് വേണമെങ്കിൽ മുട്ടയടിക്കാം, നല്ലതാണ്. ഏറ്റവും കൂടുതൽ സുന്നത്ത് മുട്ടയടിക്കലാണ്. പിന്നെ നമ്മളത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ച സ്ഥലം അതൊക്കെ നമ്മൾ കാണും ഇൻഷാ അല്ലാഹ്. അതൊക്കെ അവിടെ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ ഹജ്ജിന്റെ പ്രതിഫലമുള്ള ഒരു മീഖാത്തുണ്ട്. അവിടെ പോയി നമ്മൾ ഉംറ ചെയ്യും, ഇഹ്റാം ചെയ്തിട്ട് ഉംറ ചെയ്യും. അതങ്ങനെ ഓരോന്നും നമുക്കവിടെ ചെയ്യാനുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് നമ്മൾ മദീനയിലേക്ക് പോകും. മക്കത്തുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ബാക്കി അവിടെ വെച്ച് പറഞ്ഞുതരും. പിന്നെ നമ്മൾ മദീനയിലേക്ക് പോകും. 9 ദിവസം നമ്മൾ എന്തുണ്ടാവും? മക്കയിലുണ്ടാവുമ്പോൾ ഓരോ സമയത്ത് ഓരോ പ്ലാൻ. ഞാൻ ഓരോ ദിവസവും രാത്രി ആകുമ്പോൾ മൗലിദ് ഉണ്ടാവും. മൗലിദ് സദസ്സിന്റെ ഒരു പ്ലാൻ പറയും. ആ പ്ലാൻ അനുസരിച്ച് പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യും? നീങ്ങും. മക്കയിൽ അങ്ങനെ 9 ദിവസം നമ്മൾ കഴിയണത് അറിയില്ല. നമ്മുടെ മനസ്സ് മുഴുവനും വേറൊരു ലോകത്തായിരിക്കും. നല്ല രസകരമായ ഒരു ലോകമാണ്. നമ്മൾ അള്ളാന്റെ അടുത്താണുള്ളത്. മനസ്സ് മുഴുവൻ സമാധാനമായിരിക്കും. അത്ര സുഖം നമുക്ക് ജീവിതത്തിൽ പിന്നെ കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്ക് അത്ര സുഖമായിരിക്കും. മനസ്സ് ഏതോ ഒരു ലോകത്തായിരിക്കും. അപ്പോൾ നമ്മൾ ആ അത്രയും ദിവസം നമ്മൾ നിൽക്കുന്നത് മസ്ജിദുൽ ഹറാമിലാണ്. നമ്മൾ പോയി നിസ്കരിക്കേണ്ടത്. ആ കഅബാലയം നോക്കി നമ്മൾ നിൽക്കണം. നമ്മൾ ആ 9 ദിവസമാണ് നിൽക്കുന്ന ദിവസം. ചിരിക്കാനും കളിക്കാനും വന്നതല്ല, ഇബാദത്ത് എടുക്കാൻ വേണ്ടി വന്നതാണ്, അള്ളാന്റെ അടുത്ത് വന്നതാണ്. ആ ഓർമ്മ നമുക്ക് വേണം. അങ്ങനെ നമ്മൾ കഴിഞ്ഞു. 9 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മദീനത്തേക്ക് പോകുന്നു. മദീനത്തേക്ക് പോയി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് ചെല്ലുന്നു. മദീനയുടെ ബൗണ്ടറി എത്തുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? ആ ആദരവും ബഹുമാനവും നമ്മൾ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ മദീനയിൽ എന്ന് പറയുന്നത് മഹാന്മാര് പോലും മുഖം കുത്തി നടക്കാൻ ആഗ്രഹിച്ചു എന്നാണ്. ചെരുപ്പിട്ടല്ല, കാലുകുത്തിയല്ല, മുഖം കുത്തി നടക്കാൻ വേണ്ടി ആഗ്രഹിച്ച സ്ഥലമാണ് ഇത് മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്ത്? എന്റെ മദീനയിൽ ആരെങ്കിലും മൻസാറനി ഫി ഹയാത്തി മൻസാറനി ഫി മമാത്തി ബഅദ മമാത്തി കമൻസാറനി ഫി ഹയാത്തി. ആരെങ്കിലും വഫാത്തിന് ശേഷം എന്നെ ആരെങ്കിലും സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നാൽ കമൻസാറനി ഫി ഹയാത്തി, എന്നെ ജീവിതകാലത്ത് സന്ദർശിക്കാൻ വന്നവനെ പോലെ തന്നെയാണ്. ഒമൻസാറനി ഫി ഹയാത്തി വജബത്ത് ലഹു ശഫാഅത്തി, ആരെങ്കിലും എന്നെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നാൽ വജബത്ത് ലഹു ശഫാഅത്തി, അവന് എന്റെ ശുപാർശ നിർബന്ധമായി എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹിന്റെ സിയാറത്തിനാണ് നമ്മൾ പോകുന്നത്. റസൂലുള്ളാഹിന്റെ സലാം പറയാനാണ് നമ്മൾ പോകുന്നത്. ആ സലാം പറയാൻ വേണ്ടി പോകുന്നു. ആ പോകുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകളും അദബുകളൊക്കെ ഉണ്ട്. നമ്മൾ അത് പാലിച്ചിട്ട് വേണം പോകാൻ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരും. സ്വലാത്ത് നമ്മൾ എന്ത് ചെയ്യണം? നല്ലതുപോലെ ചൊല്ലണം. ഞാനും ചൊല്ലണം, നിങ്ങളും ചൊല്ലണം. റസൂലുള്ളാഹിലേക്ക് നമ്മൾ ചെല്ലും, സലാം പറയും. റൗള ഷരീഫിൽ നമുക്ക് പ്രത്യേക പെർമിഷൻ എടുത്തിട്ട് നമുക്ക് എത്തിയാൻ കഴിയും, കയറി നിസ്കരിക്കാൻ. റൗള ഷരീഫ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ച സ്ഥലം. റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെയും ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റൗളത്തും മിൻ റിയാദിൽ ജന്ന, റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ ഒരു കഷ്ണാണത്. സ്വർഗത്തിലെ ഒരു കഷ്ണം. മദീനത്ത് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. അപ്പൊ സ്വർഗത്തിന്റെ കഷ്ണാണ് റൗള ഷരീഫ് എന്ന് പറയുന്നത്. അതിന്റെ തൊട്ടിപ്പുറത്താണ് ആരുടെ ഖബർ? റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫ് ഉള്ളത്. അവിടെ നമുക്ക് കയറാൻ പെർമിഷൻ കിട്ടും. അവിടെ കയറി നിസ്കരിക്കാം, ദുആ ചെയ്യാം. അവിടെയൊക്കെ ദുആക്കുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ തൊട്ട് മുന്നിലെത്തി നമ്മൾ സലാം പറയും. റസൂലുള്ളാഹി സലാം പറയുന്നത് റസൂലുള്ളാഹി മടക്കുന്നതാണ്.
അതുപോലെ റസൂലുള്ള അറിയും, കാണും, കേൾക്കും, എല്ലാം ചെയ്യും. അതുകൊണ്ട് തന്നെ മദീനയിൽ ചെന്നാൽ വളരെ അതപോടെ ആദരവോടെ, അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണെങ്കിൽ മദീനയിൽ പ്രത്യേകിച്ചും അതപോടെ ആദരവോടെ നമ്മൾ എന്ത് ചെയ്യണം? ആ 4 ദിവസം റസൂലുള്ളാഹിനെ സിയാറത്തിലും ആ മൗലിദിലും തങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി നമ്മൾ ആളുകൾ ചെലവഴിക്കും. അവിടുത്തെ നമ്മൾ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ മദീനയിൽ കുറച്ച് തണുപ്പുണ്ടാവും, കുറച്ച് തണുപ്പ് കൂടുതലും ഉണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഈ മദീനത്തുള്ള ഈ കാലാവസ്ഥ, അതിൽ വരുന്ന വിഷമങ്ങൾ ആരെങ്കിലും ക്ഷമിച്ചാൽ അവൻ എന്റെ ശഫാഅത്തുണ്ടെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ വരുമ്പോ മദീനയിലെ കാലാവസ്ഥ മക്കയേക്കാൾ കൂടുതൽ കുറച്ച് കടുപ്പായിരിക്കും. ആ കാലാവസ്ഥയിൽ ആരെങ്കിലും ക്ഷമിക്കുകയാണെങ്കിൽ അവൻ എന്റെ ശുപാർശയുണ്ടെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മദീനയിലുള്ള തണുപ്പൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, പരാതിയായിട്ട് പറയരുത്. തങ്ങൾക്കത് ഇഷ്ടമല്ല. തങ്ങൾ പറഞ്ഞേക്കുന്നത് മദീനയിലുള്ള എല്ലാ വിഷമങ്ങളും നിങ്ങൾ സഹിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. മദീന റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. നമ്മളും ഇഷ്ടപ്പെടണം, മദീനയെ നമ്മൾ ഇഷ്ടപ്പെടണം. മദീനയിൽ നമ്മൾ ഇഷ്ടപ്പെടണം. ആരെങ്കിലും വേറൊരു നാട്ടിൽ മരിക്കുന്നുവെങ്കിൽ ഫൽയമുതു ബിൽ മദീന, അവൻ മദീനയിൽ മരിച്ചു കൊള്ളട്ടെ. കാരണം മദീനയിൽ മരണപ്പെട്ടവർക്ക് ഞാൻ ശുപാർശകനായി വരുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാന്മാർ പോലും മദീനയിൽ മരിക്കാൻ കൊതിച്ചു, ആഗ്രഹിച്ചു. അപ്പൊ മദീന എന്ന് പറയുന്നത് നമുക്ക് അത്രയും പ്രിയപ്പെട്ടതായിരിക്കണം. അതുകൊണ്ട് തണുപ്പ് കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ ഒന്നും പറയാൻ പാടില്ല. അതെല്ലാം നമ്മൾ ക്ഷമയോടെ എന്ത് ചെയ്യണം? ആ 4 ദിവസം അവിടെ നിന്ന് തങ്ങളുമായിട്ടുള്ള ബന്ധം പുലർത്തി ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല രീതിയിൽ ഇതെല്ലാം നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ